വളരെ പ്രശസ്തമായ ഒരു അമേരിക്കൻ വെബ് സീരീസ് ആണ് ബ്രേക്കിംഗ് ബാഡ്. നമ്മളിൽ ഒരുപാട് പേർ ബ്രേക്കിംഗ് ബാഡ് ആരാധകരമായിട്ടുണ്ട്. വളരെ ക്ലാസിക്കായ ഒരു വെബ് സീരീസ് ആണെന്ന് ഞാൻ പറയണ്ടല്ലോ. അത് കാണാത്തവരുണ്ട്. കാണാത്തവർക്ക് വേണ്ടി കൂടിയുള്ള ഒരു കഥ കൂടിയാണ് ഈ പറയാൻ പോകുന്നത്. ഈ വെബ് സീരീസിൽ ഒരു രംഗമുണ്ട്. റൈസിൻ എന്ന മാരക വിഷം നിർമ്മിച്ച് വില്ലനെ കൊല്ലാൻ ശ്രമിക്കുന്ന രംഗം. റൈസിൻ എന്ന വാക്സിൻ ഇല്ലാത്ത മാരക വിഷം ഉണ്ടാക്കുന്നത് നമ്മളെല്ലാവരും ആരോഗ്യദായകമെന്ന് വിശ്വസിക്കുന്ന ചെടിയുടെ കായിൽ നിന്നാണ്. ഈ വെബ് സീരീസിലെ രംഗം ഉൾപ്പെടെ ഒട്ടനവധി സിനിമകളിലും വെബ് സീരീസുകളിലും റൈസിൻ എന്ന വിഷം പരാമർശിക്കുന്നതും അത് ഉപയോഗിച്ചുള്ള കൊലപാതക ശ്രമങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നതും ജോർജ് മാർക്കോവിന് യഥാർത്ഥ ജീവിതത്തിൽ നേരിട്ട് ഈ ദാരുണ സംഭവത്തിൽ നിന്നാണ്. ആ ഒരു കഥയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. വാ. ലണ്ടനിലെ വാട്ടർലോ ബ്രിഡ്ജിനടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ BBC-യുടെ ഒരു പ്രശസ്ത ജേർണലിസ്റ്റായ ജോർജ് മാർക്കോ തൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുന്നു. പെട്ടെന്ന് അയാളുടെ കാലിൽ എന്തോ കുത്തിയ പോലെ തോന്നി തിരിഞ്ഞു നോക്കി ആ ജേർണലിസ്റ്റ് കാണുന്നത് ആരോ ഒരാൾ അയാളുടെ കൂടെ താഴെ നിൽക്കുകയും ജോർജ് മാർക്കോവിനോട് സോറി പറഞ്ഞ് നടന്നു പോവുകയും ചെയ്യുന്നു. ബസ് സ്റ്റോപ്പിൽ വെച്ച് തൻ്റെ കാൽ വേദനിച്ചപ്പോഴും അയാൾ കുടയുമായി എടുത്ത് പോയപ്പോഴും മാർക്കോവിന് സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ വേദന വന്ന ഭാഗത്ത് ചെറുതായി രക്തം പൊടിഞ്ഞു നിൽക്കുന്നതായി മാർക്കോവിന് മനസ്സിലായിരുന്നു. ഓഫീസിൽ ചെന്ന് തനിക്കുണ്ടായ ഈ അനുഭവം BBC-യിലെ തൻ്റെ സഹപ്രവർത്തകനോട് പറയുകയും അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവം കഴിഞ്ഞ ഒരു ദിവസത്തിന് ശേഷം അതീവ ഗുരുതരമായ ശാരീരിക ബുദ്ധിമുട്ടുകളും പനിയും കാരണം ജോർജ് മാർക്കോവിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു. എന്നാൽ മാർക്കോവിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് പ്രത്യേകിച്ചൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. തുടക്കത്തിൽ ഒരുതരം വിഷപ്പാമ്പ് കടിച്ചാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ലക്ഷണങ്ങളായതിനാൽ ആ നിലയിലായിരുന്നു അവരുടെ നീക്കം. എന്നാൽ മാർക്കോവിൻ്റെ ഭാര്യയും സുഹൃത്തുക്കളും അത്തരമൊരു സാധ്യത തള്ളിക്കളയുന്നു. കാരണം മാർക്കോവിനുണ്ടായ അപകടം പാമ്പ് മൂലമോ അറിയാതെ സംഭവിച്ചതോ ഒന്നല്ല. അങ്ങനെ അനുമാനിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ജോർജ് മാർക്കോവിൻ്റെ അന്നുവരെയുള്ള ജീവിതത്തിലൂടെ ഒന്ന് കടന്നുപോകേണ്ടിയിരിക്കുന്നു. ബൾഗേറിയക്കാരനായിരുന്നു ജോർജ് മാർക്കോ. രണ്ടാം ലോക മഹായുദ്ധമൊക്കെ കഴിഞ്ഞ് ശീതയുദ്ധം നടക്കുന്ന കാലം. സോവിയറ്റ് യൂണിയൻ്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ ലോകം വീണ്ടും രണ്ട് ചേരിയായി തിരിയുന്നു. അക്കാലത്ത് സോവിയറ്റ് ചേരിയിലായിരുന്നു കമ്മ്യൂണിസ്റ്റ് ബൾഗേറിയ. അന്നത്തെ ബൾഗേറിയയുടെ നേതാവായിരുന്നു ടോഡോർ ഷിക്കോവ്. ബൾഗേറിയയ്ക്ക് സോവിയറ്റ് യൂണിയനുമായുള്ള ബന്ധത്തിൻ്റെയും ബൾഗേറിയൻ ഭരണകൂടത്തിനെതിരെയും മാർക്കോ ബുക്കുകളും ലേഖനങ്ങളും വാർത്തകളും ഒക്കെ നൽകിപ്പോന്നു. സ്വാഭാവികമായി ഷിക്കോവിൻ്റെ പ്രവർത്തനത്തെയും മാർക്കോ വിമർശിക്കാൻ തുടങ്ങി. ഒടുവിൽ മാർക്കോ ബൾഗേറിയൻ ഗവൺമെൻറ്റിൻ്റെ കണ്ണിലെ കരടായി മാറി. ഒരിക്കൽ മാർക്കോ ഇറ്റലിയിലേക്ക് തൻ്റെ സഹോദരൻ്റെ അടുത്തേക്ക് പോകുന്നു. ആ സമയം ബൾഗേറിയൻ ഗവൺമെൻറ് മാർക്കോവിൻ്റെ പാസ്പോർട്ട് റദ്ദാക്കുകയും മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലായി മുദ്രകുത്തുകയും ചെയ്യുന്നു. അതിനുശേഷം മാർക്കോ ലണ്ടനിലേക്ക് താമസം മാറുന്നു. അവിടെ BBC റേഡിയോയിൽ ജോലി കയറുന്ന മാർക്കോ. എന്നാൽ അവിടെയും ബൾഗേറിയൻ ഷിക്കോവിനെയും നിരന്തരം റേഡിയോയിലൂടെയും പത്രങ്ങളിലൂടെയും മാർക്കോ വിമർശിക്കുന്നു. ഇന്നത്തെ അമേരിക്കൻ രഹസ്യാന്വേഷണ ചാരസംഘടനയൊക്കെ പോലെ സോവിയറ്റ് യൂണിയൻ്റെ പ്രശസ്ത സുരക്ഷാ ഏജൻസിയായിരുന്നു KGB. ഒടുവിൽ KGB മാർക്കോവിനെ വധിക്കാൻ പദ്ധതിയിടുന്നു. 2 തവണ മാർക്കോവിനെ കൊല്ലാൻ പദ്ധതിയിടുന്നുണ്ട്. എങ്കിലും ആ 2 ശ്രമവും വിജയിച്ചില്ല. 3ാമത്തെ ശ്രമമായിരുന്നു കുടവെച്ചുള്ള ആക്രമണം. സെപ്റ്റംബർ 7 നടന്ന സംഭവത്തിന് ശേഷം സെപ്റ്റംബർ 8 ആശുപത്രിയിൽ ജോർജ് മാർക്കോവിനെ അഡ്മിറ്റ് ചെയ്യുന്നു. മാർക്കോവിൻ്റെ ബ്ലഡ് പ്രഷർ വളരെ താഴ്ന്നു. ശരീരമാസകലം കഠിനമായ വേദന മാർക്കോവിന് അനുഭവപ്പെടുന്നു. ശരീരത്തിനേറ്റ വിഷം വൃക്കയെയും കരളെയും ബാധിക്കുന്നു. കുടകൊണ്ടുള്ള ആക്രമണത്തിന് 4 ദിവസത്തിന് ശേഷം അതിതീവ്ര വേദനയോടെ വളരെയധികം ബുദ്ധിമുട്ടോടെ മാർക്കോ മരണപ്പെടുന്നു. മാർക്കോവിൻ്റെ ശരീരം പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് എടുക്കുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ ഡോക്ടർമാർ കണ്ട തുടയിലെ ചുവന്ന പാട്, ആ കുടകൊണ്ടേറ്റ ഭാഗം പരിശോധിച്ച ഡോക്ടർമാർ അത്ഭുതപ്പെടുന്നു. കാരണം തുടയിലേറ്റത് വെറും കുത്തായിരുന്നില്ല. കുടയുടെ അഗ്രഭാഗത്ത് നിന്ന് ഫയർ ചെയ്തൊരു പെല്ലറ്റ് മാർക്കോവിൻ്റെ തുടയിലേക്ക് തുളഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നു. ആ കുടയിൽ നിന്ന് തറച്ച പെല്ലറ്റിൽ നിറച്ചിരുന്ന വസ്തു എന്താണെന്ന് അറിയുമ്പോഴാണ് നമ്മൾ മലയാളികൾ ഞെട്ടുന്നത്. കാരണം ആവണക്കെണ്ണ ഉണ്ടാക്കുന്ന ആവണക്കിൻ്റെ കുരുവിലടങ്ങിയിരിക്കുന്ന കൊടിയ മാരക വിഷമാണ് റൈസിൻ. അതായിരുന്നു മാർക്കോവിനെ കൊല്ലാൻ പെല്ലറ്റിൽ നിറച്ചിരുന്ന വിഷവസ്തു. അന്ന് വരെ ആരും സ്വീകരിക്കായിരുന്ന ഒരു പുതിയ കൊലപാതക ശ്രമമായിരുന്നു ബൾഗേറിയ നമ്പർല എന്ന പേരിൽ പ്രശസ്തമായ KGB നടത്തിയ ചാരക്കൊലപാതകം. റൈസിൻ പൗഡർ രൂപത്തിലോ സ്പ്രേ രൂപത്തിലോ പെല്ലറ്റ് രൂപത്തിലോ ആക്കി ഭക്ഷണത്തിലൂടെയോ ശ്വസനത്തിലൂടെയോ ശരീരത്തിൽ പ്രവേശിച്ചാൽ മരണം ഉറപ്പാണ്. ഉള്ളിൽ പ്രവേശിക്കാതെ ശരീരത്തിൽ പറ്റുകയോ അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യുകയോ ചെയ്താൽ തൊലിയും കണ്ണും ചുവന്നു വരും. മുറിവുണ്ടെങ്കിൽ അത് മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യും. പ്ലാറ്റിനവും ഇറിഡിയവും കൊണ്ട് നിർമ്മിച്ച പെല്ലറ്റിൽ 2 ദ്വാരങ്ങളുണ്ടായിരുന്നു. ഈ ദ്വാരത്തിനകത്താണ് അവർ റൈസിൻ നിറച്ചിരുന്നത്. എന്നിട്ട് ആ പെല്ലറ്റിന് ചുറ്റും ഒരു ഷുഗർ കോട്ടിംഗ് കൂടെ നൽകും. കുടയുടെ പിടിയിലുള്ള ട്രിഗർ അമർത്തുമ്പോൾ ശക്തമായ എയർ പ്രഷർ മൂലം പെല്ലറ്റ് ലക്ഷ്യം വെക്കുന്ന ആളുടെ ശരീരത്തിലേക്ക് തുളഞ്ഞു കയറുന്നു. ശരീരത്തിലേക്ക് തുളഞ്ഞു കയറുന്ന പെല്ലറ്റിൻ്റെ കോട്ടിംഗ് ശരീരോഷ്മാവിൽ ഉരുകുകയും റൈസിൻ രക്തത്തിലേക്ക് പടരുകയും ചെയ്യും.
അതേ വർഷം തന്നെ വ്ളാഡിമിർ കോസ്റ്റോവ് എന്നയാളും ഇത്തരം ഒരു ആക്രമണം നേരിട്ടിരുന്നു. പാരീസിലെ ഒരു മെട്രോയിൽ നിന്നിരുന്ന കോസ്റ്റോവിന്റെ മുതുകിലേക്ക് ഫയർ ചെയ്ത പെല്ലറ്റിന് ശരീരത്തിനകത്തേക്ക് തുളഞ്ഞു കയറാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ തൊലിയിലുണ്ടാവുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ കോസ്റ്റോവിന് ഉണ്ടായെങ്കിലും അതിഭീകരമായ വേദന നിറഞ്ഞ മരണത്തിൽ നിന്ന് കോസ്റ്റോവ് രക്ഷപ്പെട്ടിരുന്നു. ജോർജ് മാർഗോവിന്റെ മരണത്തിന് ശേഷം റൈസിൻ എന്ന മാരക വിഷത്തിന്റെ വിപത്ത് ലോകമറിഞ്ഞു. അതിനുശേഷം ഒരുപാട് കൊലപാതക ശ്രമങ്ങൾ റൈസിൻ ഉപയോഗിച്ചുണ്ടായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കൊല്ലാൻ ഒരു സ്ത്രീ വീട്ടിൽ നിർമ്മിച്ച റൈസിൻ പൗഡർ കത്തിൽ പുരട്ടുകയും വൈറ്റ് ഹൗസിലേക്ക് അയക്കുകയും അവരെ പോലീസ് അറസ്റ്റ് ചെയ്തും കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വളരെ വാർത്തയായതാണ്. ജോർജ് മാർഗോവിന്റെ അത്ര പ്രശസ്തമല്ലാതിരുന്ന കൊലപാതകം പിന്നീട് വലിയ വാർത്താ പ്രാധാന്യം നേടുകയും അതിന്റെ അന്വേഷണം സ്കോട്ട്ലൻഡ് യാർഡ് എന്ന വലിയ അന്വേഷണ സംഘം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ബൾഗേറിയയുടെ അന്നത്തെ ഭരണാധികാരികളും അധികൃതരുമെല്ലാം പ്രതിപട്ടികയിൽ സംശയാതീതമായി കടന്നു വന്നതും കൊല ചെയ്തത് KGB ആണെന്ന നിലയിലേക്ക് അന്വേഷണം എത്തി നിന്നെങ്കിലും കൃത്യമായ തെളിവുകളോ കൊല ചെയ്ത ആളെയോ കൊല ചെയ്ത കുടയോ കണ്ടെത്താൻ സ്കോട്ട്ലൻഡ് യാർഡിന് കഴിഞ്ഞില്ല. എന്നാൽ ഷിക്കോവിനും ചില KGB ഉദ്യോഗസ്ഥർക്കും സോവിയറ്റ് ഉദ്യോഗസ്ഥർക്കുമെല്ലാം കൃത്യത്തിൽ പങ്കുണ്ടെന്ന് സ്കോട്ട്ലൻഡ് യാർഡ് അനുമാനിക്കുന്നു. ഫ്രാൻസിസ്കോ ഗുള്ളിനോ എന്നയാളാണ് മാർക്കോവിനെ കൊന്നതെന്നും വർഷങ്ങൾക്ക് ശേഷം ഗുള്ളിനോയെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോഴും കൊല ചെയ്തത് താനല്ല എന്ന് ഗുള്ളിനോ ഉറച്ചു നിന്നു. എന്നാൽ KGBക്ക് വേണ്ടി ഒരുപാട് ചാരപ്രവർത്തനം താൻ ചെയ്തിട്ടുണ്ടെന്നും ഗുള്ളിനോ സമ്മതിച്ചു. പിന്നീട് ബൾഗേറിയയിൽ തന്നെ പല രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്നായി ഒട്ടേറെ സമാനമായ കുടകൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ആവണക്കെണ്ണ ഉണ്ടാക്കി കഴിഞ്ഞുള്ള ബൈ പ്രോഡക്റ്റിൽ നിന്നാണ് റൈസിൻ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവണക്കെണ്ണ ശരീരത്തിന് ദോഷമല്ല എന്ന് മാത്രമല്ല ആരോഗ്യകരമായ എണ്ണ കൂടിയാണെന്ന് നമ്മൾ ഏവർക്കും അറിയാം. എന്നാൽ ആവണക്കിൻ്റെ കുരു ചവച്ച് വയ്ക്കുന്നത് വളരെ അപകടമുണ്ടാക്കുന്ന കാര്യമാണെന്ന് എത്ര പേർക്കറിയാം. വളരെയധികം ശാരീരിക ബുദ്ധിമുട്ടുകൾ ആവണക്കിൻ്റെ കുരു ചവച്ച് കഴിച്ചാൽ ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് കുട്ടികൾ കുരു നിന്നിട്ട് ഗുരുതരമായി മാറിയ ഒട്ടേറെ കേസുകൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ആവണക്കിൻ്റെ കുരു കുട്ടികളോ മുതിർന്നവരോ കഴിച്ചാൽ മരണം സംഭവിക്കില്ലല്ലോ എന്നൊന്നും ആലോചിക്കാതെ ഉടനെ ആശുപത്രിയിലെത്തിക്കുക. സമയക്കുറവ് മൂലം വീഡിയോ ചെയ്യാൻ ഒരുപാട് ഗ്യാപ്പ് വരുന്നുണ്ട്. എന്നാലും ഇതുപോലുള്ള വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ ഒരുപാടുണ്ടെന്നറിയാം. അവർക്ക് വേണ്ടി ഇതുപോലുള്ള രസകരമായ വീഡിയോയുമായി ഞാൻ ഇനിയും വരുമെന്ന ഉറപ്പോടെ ബൈ.